ചേട്ടാ നമസ്കാരം. നമസ്കാരം. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇത് മലയാള മാധ്യമങ്ങളൊന്നും അങ്ങനെ കൊടുക്കാനുള്ളൊരു സാധ്യത ഇല്ല. നമ്മളായിരിക്കും ആദ്യം എടുക്കുന്നത്. പാകിസ്ഥാനിലെ തിങ്ക് ടാങ്കുകൾ പാക് സൈന്യത്തിനും പാക് സർക്കാരിനും വലിയ വലിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകുന്ന വാർത്തകൾ നമ്മൾ കൊടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ പല ആൾക്കാരും താഴെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ തിങ്ക് ടാങ്ക്, എന്താണ്, വാട്ട് യു മീൻ ബൈ ദിസ് തിങ്ക് ടാങ്ക്? അത് ചോദിക്കുക. വളരെ ലളിതമായിട്ട് പ്രേക്ഷകർക്ക് അത് പറഞ്ഞു തരികയാണെങ്കിൽ, നമ്മുടെ രാജ്യത്തുമുണ്ട് തിങ്ക് ടാങ്കുകൾ. എല്ലാ രാജ്യത്തും തിങ്ക് ടാങ്കുകളുണ്ട്. സർക്കാരിനോ സൈന്യത്തിനോ ഉപദേശം നൽകുന്ന ഗവേഷണ സ്ഥാപനങ്ങളെയാണ് ഈ തിങ്ക് ടാങ്കുകൾ എന്ന് പറയുന്നത്. സൈന്യത്തോട് ചേർന്ന് നിൽക്കുന്ന തിങ്ക് ടാങ്കുകളുണ്ട്, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന തിങ്ക് ടാങ്കുകളുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ വിഷയങ്ങൾ പഠിക്കുക, യുദ്ധതന്ത്രങ്ങൾ വിശകലനം ചെയ്യുക. ഇപ്പൊ നമ്മൾ വിചാരിക്കും പോലെ ചെറിയ ഒരു സാധനമല്ല ഇത്. വലിയ ഗവേഷണ പഠന സ്ഥാപനമാണ് തിങ്ക് ടാങ്കുകൾ എന്ന് പറയുന്നത്. ഭാവിയിൽ എന്തൊക്കെ ഭീഷണികൾ വരാമെന്ന് വിലയിരുത്തുക, സർക്കാരിന് ഇന്ന മുന്നറിയിപ്പ് കൊടുക്കുക, അതിനെ നേരിടാൻ സർക്കാരിനെയും സൈന്യത്തിനെയും പ്രാപ്തമാക്കുക. ഇതാണ് തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ക്രിക്കറ്റ് ടീമിൽ കളിക്കാർ കളിക്കുന്നു, പരിശീലകർ തന്ത്രങ്ങൾ തയ്യാറാക്കുന്നു, എതിരാളിയുടെ ശക്തി ദൗർബല്യങ്ങൾ വിശകലനം ചെയ്യുന്ന അനലിസ്റ്റുകളുണ്ട്. ഈ അനലിസ്റ്റുകളെ പോലെ ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനമാണ് തിങ്ക് ടാങ്ക്. ഇത്രയും സിമ്പിൾ ആയിട്ട് മാത്രമേ എനിക്കിത് തിങ്ക് ടാങ്ക് എന്താണെന്ന് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രേക്ഷകർക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ, വളരെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ്, പ്രത്യേകിച്ച് നമ്മൾ ഡിഫൻസും യുദ്ധവും പിന്നെ നമ്മുടെ രാജ്യസുരക്ഷയൊക്കെ ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്നതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില വാർത്തകൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഉപയോഗിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട വാർത്തകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതിലൊരു വാർത്ത ഈ പാകിസ്ഥാന്റെ ഒരു തിങ്ക് ടാങ്ക്, ആ പാകിസ്ഥാന്റെ തിങ്ക് ടാങ്ക് പറയുന്നത് ഇന്ത്യ പയറ്റുന്ന യുദ്ധതന്ത്രത്തെ കുറിച്ചാണ്. അത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ എനിക്കൊരു ഒരു 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 രോമാഞ്ചം ഉണ്ടായി. പാകിസ്ഥാൻ തിങ്ക് ടാങ്ക് സെയ്സ് ഇന്ത്യ ഈസ് വേജിങ് ചാണക്യ സ്റ്റൈൽ വാർഫെയർ. പാകിസ്ഥാനാണ് പറയുന്നത് ഇന്ത്യ ചാണക്യ സ്റ്റൈൽ യുദ്ധതന്ത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ബാഹുബലിക്കകത്തൊക്കെ ഈ തൃശൂല വ്യൂഹം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ പാകിസ്ഥാൻ മിലിറ്ററി establishments has evoked the ancient Indian strategist Chanakya Kautilya in its latest assessment of India's national security strategy with the Pakistan Army-run National Defence University, claiming that New Delhi is currently pursuing a doctrine based on Kuta Yuddha, deceptive or unrestricted warfare, and Maya Yuddha, war by stratagems or deception എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ പ്രേക്ഷകർക്ക് ഞാൻ വളരെ ലളിതമായി ഈ സാധനം പറഞ്ഞു തരാം. ഈ പാകിസ്ഥാനിലെ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി, അതാണ് പാകിസ്ഥാനിലെ അവിടുത്തെ ഒരു തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം, നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി. അത് നിങ്ങൾക്ക് കൃത്യമായി സെർച്ച് ചെയ്യുന്നു. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്ത്യ പാകിസ്ഥാൻ സൈന്യത്തിന് കീഴിലുള്ള ഈ തിങ്ക് ടാങ്ക് പറയുന്നത് ചാണക്യന്റെ തന്ത്രങ്ങൾ പോലുള്ള ബഹുമുഖ മൾട്ടി ഡയമെൻഷണൽ യുദ്ധരീതിയാണ് ഇന്ത്യ പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ്. ചാണക്യ സ്റ്റൈൽ യുദ്ധം എന്നത് എന്താണെന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. ചാണക്യ കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്ര എന്ന ഗ്രന്ഥത്തിൽ ശത്രുവിനെ തോൽപ്പിക്കാൻ വാളും തോക്കും മാത്രം മതിയാകില്ല എന്ന് പറയുന്നു. അതിൽ ഉൾപ്പെടുന്ന ചില മാർഗങ്ങൾ പാകിസ്ഥാൻ വിലയിരുത്തുന്നതാണ് കേട്ടോ, നമ്മൾ പറയുന്നതല്ല. സാമ്പത്തിക സമ്മർദ്ദം, നയതന്ത്ര സമ്മർദ്ദം, രഹസ്യാന്വേഷണ പ്രവർത്തനം, വിവരയുദ്ധം, മാനസിക യുദ്ധം, സൈക്കോളജിക്കൽ വാർഫെയർ, ശത്രുവിനെ ഒറ്റപ്പെടുത്തൽ. ആ റിപ്പോർട്ടിൽ പറയുന്നത് പാകിസ്ഥാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ ഇപ്പോ സൈനിക ശക്തി ഉപയോഗിക്കുന്നു, നയതന്ത്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു, സാമ്പത്തിക നടപടികൾ സ്വീകരിക്കുന്നു, വിവര മാധ്യമ യുദ്ധം നടത്തുന്നു, സാങ്കേതിക വിദ്യയും സൈബർ ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇനി കൂട്ടയുദ്ധ എന്ന് പറയുന്നതിൽ ഇന്ത്യ ഇപ്പോൾ നീങ്ങുന്നത് തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ, വഞ്ചനാപരമായിട്ടുള്ള സൈനിക തന്ത്രങ്ങൾ, ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന നടപടികൾ. മായയുദ്ധ, ശത്രുവിന് തെറ്റായ സന്ദേശം നൽകുക, ഇന്ത്യയുടെ യഥാർത്ഥ പദ്ധതി ഇന്ത്യ മറച്ചുവെക്കുക, വിവരയുദ്ധത്തിലൂടെ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുക എന്നാണ് പാകിസ്ഥാന്റെ ഈ തിങ്ക് ടാങ്ക് പറയുന്നത്. പാകിസ്ഥാന്റെ വിലയിരുത്തൽ പ്രകാരം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പരമ്പരാഗത യുദ്ധത്തെക്കാൾ പ്രെസിഷൻ സ്ട്രൈക്ക്, ദീർഘദൂര ആക്രമണം, ഡ്രോൺ സാങ്കേതിക വിദ്യ, ഇലക്ട്രോണിക് യുദ്ധം തുടങ്ങിയ മാർഗങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഉപയോഗിക്കുന്നു എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ഇതേ തിങ്ക് ടാങ്ക് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതിന്റെ ഫുൾ റിപ്പോർട്ട് ബിജെപിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്, താങ്കൾ വിശദമായിട്ട് പറയണം. പ്രതിരോധ ചിന്താകേന്ദ്രം ഇവർ പറയുന്നത് ഇനി ഈ യുദ്ധതന്ത്രം, അതായത് ഇന്ത്യക്ക് മുമ്പിൽ നമ്മുടെ യുദ്ധതന്ത്രം പഴയതുപോലെ നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ്സ് രൂപീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ്സ് എന്ന് ബിജുചേട്ടൻ ഒന്ന് പറഞ്ഞു തരണം. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും, ഇന്ത്യക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം, ഒന്ന്. രണ്ടാമത് ഈ ചാണക്യ യുദ്ധതന്ത്രം. ഇപ്പൊ നമ്മളിത് പണ്ട് നരേന്ദ്രമോദി 2014 വന്നപ്പോ
കൗടില്യ ശാസ്ത്രം ഉപയോഗിച്ചാണ് മോദി ഭരണം നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ്, ഗോമൂത്രം കഴിക്കുന്നവരാണ്, ചാണകം ഭക്ഷിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പുരോഗമന കമ്മികൾ, ഇടതുപക്ഷക്കാർ, നമ്മളൊരു ഇടതുപക്ഷക്കാരനാണെങ്കിൽ മാത്രം നമ്മൾ പുരോഗമനവാദി, അവര് ഭയങ്കരമായിട്ട് നമ്മളെ താറടിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഇപ്പൊ പാകിസ്ഥാനാണ് ഇത് പറയുന്നത്. പാകിസ്ഥാനിലെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള, ഞാൻ ഒന്നുകൂടെ പറയാം, പാകിസ്ഥാൻ ആർമി റൺ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി, പാകിസ്ഥാൻ ആർമി നേരിട്ട് നടത്തുന്ന നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റിയാണ് പറയുന്നത് നരേന്ദ്രമോദി പ്രയോഗിക്കുന്നത് കൗടില്യ ശാസ്ത്രത്തിലുള്ള യുദ്ധ വാർഫെയറുകളാണ്, യുദ്ധതന്ത്രങ്ങളാണെന്ന്. എങ്ങനെ കാണുന്നു? ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് എനിക്കിത് 2 ആഴ്ചയ്ക്ക് മുമ്പ്, ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളും ന്യൂസ് ഇന്ത്യ മലയാളവും, നമ്മുടെ ന്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്ന ചാനല്, അതിലും നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു. ഇന്ത്യ തിയേറ്റർ കമാൻഡ് രൂപീകരിക്കുന്നു എന്നൊരു വാർത്തയായിരുന്നു. തിയേറ്റർ കമാൻഡ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തെ വൻ ശക്തികൾക്ക് മാത്രമാണ് തിയേറ്റർ കമാൻഡ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു രാജ്യത്തിന്റെ സിസ്റ്റം അനുസരിച്ച്, ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ബൃഹത്തായ വലിയ ഒരു സേനാ വിഭാഗങ്ങളാണ് നമുക്കുള്ളത്. ആർമി ആയാലും എയർഫോഴ്സ് ആയാലും നേവി ആയാലും മറ്റു സേനാ വിഭാഗങ്ങളായാലും തന്നെ വലിയ ഒരു സംഖ്യാബലമാണ്. 50 ലക്ഷത്തോളം പേരാണ് റിസർവിലും അല്ലാതെയും നമ്മുടെ കരസേനയുടെ ഭാഗം. അപ്പൊ ഈ ഒരു സൈനികരെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാലതാമസം വരുന്ന ഒരു പ്രക്രിയയാണ്. അത് പരമ്പരാഗതമായ, അതായത് പഴയ കാലത്ത് ആയിരുന്നു അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ എല്ലാവരും നടപ്പായിക്കൊണ്ടിരുന്നത്. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. ഒരു സ്ഥലത്തുനിന്ന് ഈ പട്ടാളം വാഹനങ്ങളിലും ട്രെയിനുകളിലും മറ്റുമൊക്കെ പോകുന്ന അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഈ ടാങ്കുകളൊക്കെ പതുക്കെ ഉരുണ്ടു തുടങ്ങുന്നു. അങ്ങനെ ദിവസങ്ങളോളം, ചില സമയങ്ങളിലൊക്കെ മാസങ്ങളോളം ഒക്കെ തന്നെ ചില യുദ്ധഭൂമികളിൽ എത്തപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാലം മാറി, ടെക്നോളജി മാറി, സിസ്റ്റം മാറി. ഇപ്പോൾ നമുക്ക് വെപ്പൺസ് കൂടുതലായും ടെക്നോളജി കൂടുതലായും വന്നപ്പോൾ ചെറിയൊരു വിഭാഗം സ്മാർട്ട് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ആക്രമണങ്ങൾ നമുക്ക് നടത്താൻ കഴിയുമെന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ലോകം മുഴുവൻ നിൽക്കുന്നത്. ആ കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധി വേണം, പണം വേണം, ഈ കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്തൊരു ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റണം. ഇതെല്ലാം പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. എന്താണ് ഇനി ഇന്റിഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ്? ഈ ഇന്റിഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്നത്. ഒരു കമാൻഡിന് കീഴിൽ എല്ലാ സേനയുടെയും ഒരു ഫുൾ മിനിയേച്ചർ അതിലുണ്ടാകും. അതായത് ഇതിനെ പറയുന്നത് IBG എന്നാണ് ഇതിനെ പറയുന്നത്. അത് ഇന്റിഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ്. ഇതിനകത്ത് ഇൻഫൻട്രി ഉണ്ട്, ആർട്ടിലറി ഉണ്ട്, അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, സിഗ്നൽ ഉണ്ട്, ലോജിസ്റ്റിക് ഉണ്ട്. ലോജിസ്റ്റിക് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് യുദ്ധത്തിൽ. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം ചേർന്ന് ഒരു കമാൻഡിന്റെ കീഴിലായിരിക്കും. ഇത് ഇത്രയും വിഭാഗം, വ്യോമസേന, കരസേനയുടെ തന്നെ വിവിധ വിഭാഗങ്ങൾ, എഞ്ചിനീയേഴ്സ്, ഇതെല്ലാം കൂടി ഒരു കമാൻഡിന്റെ കീഴിലായി. മുമ്പ് അത് വിവിധ കമാൻഡുകൾക്ക് കീഴിലാകുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ഡിലേ ഉണ്ടാകും. പിന്നെ ഇവരെ ക്രോഡീകരിക്കാനും ഏകീകരിക്കാനും വരും. അതൊന്നും വേണ്ട, ഒരൊറ്റ കമാൻഡിന് കീഴിൽ ഇങ്ങനത്തെ 5 തിയേറ്റർ കമാൻഡാണ് ഇന്ത്യ രൂപീകരിക്കുന്നത്. ഈ 5 തിയേറ്റർ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്ക കണക്കുള്ള വലിയ വലിയ രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും എണ്ണം. ചൈനയ്ക്കുമുണ്ട്. അപ്പം ഈ തിയേറ്റർ കമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 5 എണ്ണമാണ് രൂപീകരിക്കുന്നത്. നിലവിൽ നമുക്ക് ഇത് കൂടാതെ 2 കമാൻഡ് കൂടെ ഉണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഒരു കമാൻഡ് ഉണ്ട്. അതൊരു സംയുക്ത ഇതേ കണക്ക് തിയേറ്റർ കമാൻഡ് ആണ് നിലവിലുള്ളത്. മറ്റൊന്ന് നമുക്കുള്ളത് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ്. അതാണ് നമ്മുടെ ഈ ആണവ സേനയെ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ്. അതും നമുക്ക് നിലവിലുണ്ട്. ഇത് പുതിയതായിട്ട് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന തിയേറ്റർ കമാൻഡ് ആണ്. ഇതിപ്പോ നിലവിൽ ഇന്ത്യ 5 തിയേറ്റർ കമാൻഡ് രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു ഫയർ സപ്പോർട്ട് ഗ്രൂപ്പും നമ്മൾ രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ IBGSന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിമിഷ നേരം കൊണ്ട് ഈ യൂണിറ്റിന് ആ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയും, കൃത്യമായ ആക്രമണം നടത്താൻ കഴിയും. ഇവിടെയാണ് മായായുദ്ധത്തെ കുറിച്ച് പറയുന്നത്. അതായത് ഇനി അടുത്ത ഒരു നിമിഷം, നമ്മളിപ്പോ സംസാരിക്കുന്നതിന്റെ അടുത്ത നിമിഷത്തിൽ ഒരു രാജ്യം നമ്മൾ അപ്രതീക്ഷിതമായി ആക്രമിക്കാൻ വന്നാലും നമ്മൾ യുദ്ധത്തിന് സമ്പൂർണ്ണമായി സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലേ? അതെ. മുൻകാലങ്ങളിൽ ഇത് സജ്ജമാകണമെങ്കിൽ നമുക്ക് ടൈമുകൾ വേണമായിരുന്നു. ഒരു കുറഞ്ഞത് ഒരു 3-4 മാസവും ഒക്കെ തയ്യാറെടുപ്പ് നടത്തണമായിരുന്നു. പാകിസ്ഥാൻ ഇപ്പോഴും ആ നിലയിൽ തന്നെയാണ്. തയ്യാറെടുപ്പ് നടത്തണമെന്ന് വെച്ചാൽ നമ്മുടെ വിവിധ സൈനികളുടെ യൂണിറ്റുകളെ വിളിച്ചു വരുത്തേണ്ടതായിട്ടുണ്ട്. ആ യൂണിറ്റുകളെ പലത് വിന്യസിക്കേണ്ടതായിട്ടുണ്ട്. വിന്യസിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പം സൈനിക മേധാവികൾ ആലോചിക്കും, ഇവിടെ പീരങ്കിപ്പട വേണോ, ഇവിടെ കാലാൽപ്പട മതിയോ, ഇല്ലെങ്കിൽ ഇവിടെ ബൊഫോഴ്സ് തോക്ക് വെച്ചാൽ മതിയോ എന്നൊക്കെ ഉള്ള. ഇപ്പൊ അതൊന്നും വേണ്ട. ഇത് ഫുൾ ഫ്ലഡ്ജിൽ നിൽക്കുന്ന 5 തിയേറ്റർ കമാൻഡ് ഒറ്റ ഓർഡർ പണി നടത്തുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് പാകിസ്ഥാൻ തിങ്ക് ടാങ്ക് പറയുന്നത് ഇന്ത്യയുമായിട്ട് ഇനി മുട്ടാൻ നടക്കത്തില്ല. കാരണം നമ്മളിപ്പോൾ, അതായത് ഓരോ രാജ്യവും ശത്രു രാജ്യത്തിന്റെ യുദ്ധതന്ത്രങ്ങൾ
പഠിച്ച് അതിനനുസരിച്ചിട്ടാണ് സൈന്യത്തെ റെഡിയാക്കി നിർത്തുന്നത്. പാകിസ്ഥാൻ ഇപ്പോഴും നമ്മുടെ 1971 യുദ്ധവും കാർഗിൽ വാറിന്റെയും മെത്തേഡിൽ തന്നെയാണ് അവരവരുടെ സൈന്യത്തെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. ഇന്ത്യ ബഹുദൂരം സിസ്റ്റം മാറ്റി. മായായുദ്ധം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിട്ടുണ്ട്. നമ്മളുടെ ഈ റഫേലിന്റെ ഡെമ്മി നമ്മൾ വിട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ കിടന്ന് ഓരോരുത്തന്മാര് പറഞ്ഞത്, റഫേൽ അടിച്ചിട്ട് ഡെമ്മി ഡ്രോൺ അടിച്ചിട്ടു. റഫേലിന്റെ ഡ്രോൺ വിടുന്നു, അതിന് തൊട്ട് പറയുന്ന ഒറിജിനൽ റഫേൽ കൊണ്ട് അടിച്ചവന്റെ പണി തീർക്കുന്നു. ഈ മെത്തേഡാണ് നമ്മൾ അതിൽ യൂസ് ചെയ്തത്. അതാണ് മായ ഈ തെറ്റിദ്ധരിപ്പിക്കുക, അതായത് ശത്രുവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യുക. അതുപോലെ തന്നെ അവൻ രാത്രി കാത്തിരുന്നു അവന്റെ വ്യോമപ്രതിരോധം തകർക്കും എന്ന് പറഞ്ഞിട്ട് കറാച്ചി നമ്മൾ അടിച്ചത് രാവിലെ 11:30 ആയിരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽസ് കട്ട് ചെയ്യുക. അതിനകത്ത് ഇന്ത്യ ബഹുദൂരം മുൻപിലാണ് ഈ ശത്രു രാജ്യങ്ങളുടെ സിഗ്നൽസ് കട്ട് ചെയ്യുന്നത്. അത് പാകിസ്ഥാൻ നന്നായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ അനുഭവിച്ചു. പലതും ജാം ചെയ്യപ്പെട്ടു അവരുടെ. അക്ഷരാർത്ഥത്തിൽ നേവി ഇതിനകത്ത് ഇടപെട്ടില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നേവി അക്ഷരാർത്ഥത്തിൽ ഈ കറാച്ചി അടക്കമുള്ളിടത്ത് അവരുടെ സിഗ്നൽസ് ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇതെല്ലാം അതാണ് പറഞ്ഞത്, അപ്രതീക്ഷിതമായി നീക്കം നടത്താനായിട്ട്. കാരണം ഇന്ത്യ ഓരോ ദിവസവും ആയുധങ്ങൾ പുതിയതായി, കാരണം ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പുറത്തു നല്ല ആയുധം വാങ്ങുന്നത് ഓരോ ദിവസം ഓരോന്നാണ്. ഇന്നലെ ഇന്തോനേഷ്യ പോയിട്ട് പ്രധാനമന്ത്രി ഒപ്പിട്ടത് അസ്ത്ര എന്ന് പറഞ്ഞിട്ടൊരു മിസൈൽ കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അസ്ത്ര, നാഗ, പിനാക ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കൂടാതെ ഇസ്രായേലുമായിട്ട് സംയുക്തമായി നിർമ്മിക്കുന്നത് വേറെ, റഷ്യയുമായിട്ട് നിർമ്മിക്കുന്നത് വേറെ. നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ബ്രഹ്മോസ് ആണെങ്കിൽ ബ്രഹ്മോസ് വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഒരു മകുടമായി നിന്നൊരു മിസൈൽ സംവിധാനമുണ്ട്. അതാണ് അഗ്നി. ഇപ്പോഴും അഗ്നി തന്നെയാണ്. ബ്രഹ്മോസ് നമ്മൾ കൂടുതൽ വേർഷൻസിലേക്ക് പോകുമ്പോൾ അഗ്നി ഇപ്പൊ 6 പോകുന്നുണ്ട്. അഗ്നി 6 ഒരു പരീക്ഷണമാണ് ഈ അടുത്ത് ഒഡീഷയിൽ നിന്ന് ഒരു 13 ലക്ഷം പേരെ ഈ അടുത്ത് മാറ്റിയിരുന്നു, അതിന്റെ തീരപ്രദേശങ്ങളിലുള്ള മാറ്റിയിട്ട് നമ്മളൊരു വമ്പൻ പരീക്ഷണം. അത് 12,000 കിലോമീറ്റർ റേഞ്ച് എന്നാണ് പറയുന്നത്. 12,000 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ അതിന്റെ ചിലപ്പോൾ 2 മടങ്ങാകാം. ഈ റേഞ്ച് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് കൊണ്ട് റേഞ്ച് നമുക്കിപ്പോ നമ്മൾ അറിയുന്ന വിവരം നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഈ DRDO മറ്റു സൈന്യമൊക്കെ നമുക്ക് വാർത്തയ്ക്ക് വേണ്ടി നൽകുന്നതാണ്. കാരണം ഇതിന്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ യുദ്ധം മാത്രമല്ല, കച്ചവടം കൂടിയുണ്ട്. അപ്പം ഈ 12,000 എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൾക്കാർക്ക് അറിയാം, മറ്റു രാജ്യങ്ങളിലെയൊക്കെ യുദ്ധ വിദഗ്ധന്മാർക്കും അവരുടെ സൈന്യത്തിനും ഒക്കെ അറിയാം ഇതിന്റെ റേഞ്ച് എവിടം വരെ പോകും എന്നുള്ളത്. അപ്പം ആ 12,000 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഏതാണ്ട് ഒരു അമേരിക്ക ആ ഒരു റേഞ്ചിലേക്ക് അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു യുദ്ധം അത് ഇന്ത്യയുടെ ചടുലമായ നീക്കം, പുതിയ യുദ്ധതന്ത്രം പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. ഇവിടെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രശ്നം ഉടലെടുക്കുന്നത്. പാകിസ്ഥാൻ ഇനി നമ്മളുമായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ കൂടുതലായി യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഡ്രോൺ ആയിരിക്കും. കാരണം ഈ നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ വലിയ രാജ്യത്ത് ഡ്രോണുകൾ പല ഭാഗത്തേക്ക് പറത്തി വിട്ടുകൊണ്ട് ഈ ഹമാസ് ഒക്കെ ചെയ്യുന്നത് പോലെ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇറാൻ തൊട്ടടുത്ത രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ, ഉക്രൈൻ ചെയ്യുന്നത് പോലെ. ഈ ഉക്രൈനിന്റെ പ്രശ്നം എന്താണ്? റഷ്യയിൽ ഈ ഡ്രോൺ ആക്രമണം നടത്തുന്ന റഷ്യ ഒരു വലിയ രാജ്യമാണ്. ആ വലിയ രാജ്യത്തിന്റെ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞ ഭയങ്കര തടിയുള്ള ഒരു മനുഷ്യൻ, ഒരു കൊച്ചു കുഞ്ഞിന് വേണമെങ്കിൽ ഈ തടിയുള്ള മനുഷ്യന് 4 ഭാഗത്തുനിന്ന് അടിച്ചിട്ട് ഓടാൻ പറ്റും, നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇയാളുടെ കൈ കെട്ടി കഴിഞ്ഞപ്പോഴും ഞെരുക്കി കളയും അല്ലേ. കാരണം പുറകെ ഒരു അടി അടിച്ചു, ഈ തടിയിൽ ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോഴത്തേന് ഇപ്പുറത്തൊരു കുത്തി ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ കളിക്കാറുണ്ടല്ലോ അങ്ങനെ. അതേപോലത്തെ തന്നെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇതിലും നോക്കണം. പിന്നെ വലിയ രാജ്യങ്ങളുടെ ഒരു വലിയ പ്രശ്നം കൂടെ ഉണ്ട്. കാരണം അവർക്ക് വ്യോമ പ്രതിരോധം തീർക്കുക എന്ന് പറഞ്ഞാൽ അപ്രാപ്യമായ കാര്യമാണത്. കാരണം വലിയ എക്സ്പെൻസീവ് ആണ് ഇത് എല്ലായിടത്തേക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ സുദർശന ചക്ര പോലുള്ളതൊക്കെ ഫോം ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തെ മുഴുവൻ കവർ ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ മുഴുവൻ കവർ ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പക്ഷേ ഈ താടും അയൺഡോം ഒക്കെ വെച്ചിട്ട് പോലും ഇസ്രായേലിന് ഫുൾ കവറേജ് കൊടുക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഈ GCC രാജ്യങ്ങളിലൊക്കെ കൊണ്ട് താട് വെച്ചിട്ടുണ്ട്, അമേരിക്കയുടെ താട്. ആ താടാണ് ഇപ്പോൾ അമര അടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഉള്ള ഓരോ രീതിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതലായിട്ട് തുർക്കിയുടെ ആയുധങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ കൂടുതലായി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡ്രോൺ ആക്രമണം ഇന്ത്യ ഭയക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഈ തിങ്ക് ടാങ്ക് അടക്കം പാകിസ്ഥാൻ കൊടുക്കുന്ന മുന്നറിയിപ്പ് അവന്മാരെ ചെറുതായിട്ട് കാണരുത്. തുടങ്ങിക്കഴിഞ്ഞാൽ അവന്മാർ മാരകമായ അടി നടത്തും. പറയുന്ന നിരീക്ഷണങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. ഡിഫൻസ് സൈറ്റിലൊക്കെ ഞാൻ നല്ലപോലെ ശ്രദ്ധിക്കുന്നതാണ്. ഒരു നിരീക്ഷണത്തിൽ പോലും പാകിസ്ഥാന് ഒരു സ്ഥലത്ത് പോലും ഇവിടെ നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് അവർ പറയുന്നില്ല. അതായത് ഇന്ത്യ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചില സമയത്ത് പറയത്തില്ലേ, ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ത്യ ഇനി കമ്പയർ ചെയ്യാൻ പറ്റുക ഇന്ത്യ ചൈന, ഇന്ത്യ അമേരിക്ക ഇങ്ങനെ ലെവലിലേക്ക്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പോകുന്നത് എന്നാണ് ഇതിന്റെ സംക്ഷിപ്ത രൂപം. അവർ പറയുന്നത് നിങ്ങൾ അടിക്കാൻ പോകരുത്, അവരുടെ വാർഫെയർ ഒക്കെ മാറിപ്പോയി എന്നാണ് പറയുന്നത്. എന്ത് കണ്ട് അപ്പോഴും അസീം മുനീർ ഇന്നലെയും വെല്ലുവിളിച്ചിട്ടുണ്ട് ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യും.
ചെയ്യുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം അവരൊരു കൂലിക്കാരാണ്, ലോക്കൽ പ്രൊട്ടക്ഷൻ ടീമാണ് അവർ. ഒരുപക്ഷെ അമേരിക്കയുടെ ട്രംപിന്റെ ഫോഴ്സ് ആയിരിക്കാം, അതല്ലാതെ ചൈനയുടെ ഫോഴ്സ് ആയിരിക്കാം. പൈസ കിട്ടിയതുണ്ടെങ്കിൽ അവർ എന്ത് പണിയും ചെയ്യുന്ന ഒരു ടീമാണ്. പിന്നെ ഇപ്പൊ അവർക്ക് ജെനുവിൻ ആയിട്ടൊരു കാര്യമുണ്ട് പറയാൻ. സിന്ധു നദീ ജലം അവർക്ക് ജെനുവിൻ കാര്യമാണ്. അത് 10 പേര് കേട്ടാലും ശരിയാണല്ലോ, കുടിവെള്ളത്തിന്റെ പ്രശ്നമാണല്ലോ എന്ന് പറയാനുണ്ട്. പണ്ടത്തെ കണക്ക് ഭീകരവാദ പ്രശ്നമല്ല, നാണം കെട്ട പണിയല്ലേ. ഇപ്പൊ പറയാനൊരു അന്തസ്സൊക്കെ ഉണ്ട്, വെള്ളം കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷെ വേറൊരു കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു രാജ്യത്തിന്റെ ഈ ആയുധങ്ങൾ, അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ മറ്റു രാജ്യം മനസ്സിലാക്കുന്നത്, ഇപ്പൊ നേരത്തെ മുമ്പ് ധനുഷ് പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ S-400 ഇന്ത്യ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഓൾറെഡി ഇരുന്നിട്ട് S-400, കാരണം ചൈനയ്ക്ക് ഓൾറെഡി ഉണ്ട് ഈ സാധനം, ഇരുന്ന് പഠിക്കും. പക്ഷെ നമ്മളിപ്പോ കൂടുതലും തദ്ദേശീയപരമായ ആയുധങ്ങളാണ് കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ തദ്ദേശീയപരമായ ആയുധങ്ങളുടെ കപ്പാസിറ്റിയോ ഇല്ലെങ്കിൽ അതിന്റെ ഇതൊന്നും ആർക്കും അറിയാൻ കഴിയില്ല, കാരണം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനം. പിന്നെ എന്നിട്ട് പോലും ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പം ചൈനയുമായി റഷ്യക്ക് ഒരു ചെറിയ ഒരു നീരസം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും ഒരേ S-400 ആണ് കൊടുത്തത്. പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ കപ്പാസിറ്റി, അല്ല ചൈനയേക്കാൾ കൂടുതൽ കപ്പാസിറ്റി നമ്മുടെ S-400 ഉണ്ടായിരുന്നു. അതിന്റെ കാര്യം നമുക്ക് അവർ സോഴ്സ് കോഡ് തന്നു, റഷ്യ ചൈനയ്ക്ക് സോഴ്സ് കോഡ് കൊടുത്തില്ല. സോഴ്സ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് എന്തുകൊണ്ടാണ് സോഴ്സ് കോഡ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ ചൈന ചതിക്കും. ഈ സോഴ്സ് കോഡ് മേടിച്ചിട്ട് നാളെ ചിലപ്പം നമ്മുടെ ചന്തയിലൊക്കെ ഇരിക്കുന്നതാണ് S-400 ഇത്രയും രൂപ എന്നാൽ മതി, കുറഞ്ഞ ചെലവിൽ S-400 എന്ന് പറഞ്ഞിട്ട് വിൽക്കാൻ വെക്കുവന്മാര്. അപ്പം അത് അവരുടെ കച്ചവടത്തെ ബാധിക്കും, അത് അവർക്ക് പണിയാവും. അതുകൊണ്ടാണ്. പക്ഷെ ഇന്ത്യയിൽ അത് കൊടുത്തപ്പോൾ ഇന്ത്യ അത് ഭംഗിയായി അഴിച്ചു പണിത് ഗംഭീരമാക്കി കൊടുത്തു. ഇപ്പൊ റഷ്യ ഇപ്പൊ തിരിച്ചു വാങ്ങുന്ന ആ സാധനം, ഞങ്ങൾക്ക് ഒരു S-400 ഇങ്ങോട്ട് വരുമോ എന്നാണ് ഇപ്പൊ അവർ ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഏതായാലും ഒരു ശക്തമായ രീതിയിലുള്ള ഒരു മുന്നൊരുക്കം നമ്മൾ നടത്തുന്നു എന്ന് നമ്മുടെ രാജ്യമോ നമ്മുടെ രാജ്യത്തെ തിങ്ക് ടാങ്കുകളോ ഇല്ലെങ്കിൽ നമ്മുടെ സേനയോ ഒന്നും അല്ല പറയുന്നത്. പകരം ഇത് പറയുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളതാണ്.